നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ 6-8 മണിക്കൂർ കുതിർക്കുക. അപ്പോൾ അതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് ഒരു ടവലിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കുക. ടവൽ വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചോ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. വെള്ളം ഒട്ടും പാടില്ല. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മളൊരു ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മൂടി വയ്ക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും, നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒന്ന് മൂടി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഭാഗം മാത്രം തുറന്നിട്ട് ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ എണ്ണയുടെ പത അങ്ങനെ വറ്റി വരും കേട്ടോ. പത വറ്റി വരും, അതേപോലെ തന്നെ ആ ഗ്രീൻ പീസൊക്കെ നമുക്ക് തെളിഞ്ഞ് വരണ പോലെ തോന്നും. അപ്പോൾ ആ ഒരു ടൈമിൽ അത് ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അത് എടുക്കാം കേട്ടോ, വറുത്ത് കോരിയെടുക്കാം. പൊട്ടിത്തെറിക്കാതെ നോക്കണം. അപ്പോഴും ഈ മൂടി മാറ്റണ്ട, കുറച്ചിങ്ങനെ സൈഡാക്കി പിടിച്ചിട്ട് നമുക്ക് കോരിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതേപോലെ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പത ഉണ്ടാവും. അത് തെളിഞ്ഞ് ഇതേപോലെ ഗ്രീൻ പീസ് തെളിഞ്ഞ് വരും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ മുളക് പൊടിയുടെയും ഉപ്പിൻ്റെയൊക്കെ ആ മിക്സിലേക്ക് ഇത് വീണ്ടും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലയൊക്കെ ഇടാം. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ ആ ഓയിലിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുത്ത് ഇതിൻ്റെ മേലെ ഇടാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.